പ്രൈസ് നെവർ മൂവ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. നമുക്കെല്ലാവർക്കും അറിയാം പ്രൈസ് എപ്പോഴും എന്താണ്, ലോവർ ലോ ഇല്ലെങ്കിൽ ലോവർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തേ പോവില്ല, ഹയർ ഹൈ ഒക്കെ അല്ലേ. ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തേ സ്റ്റോക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തേ സ്റ്റോക്ക് പോവുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം. ഈ വരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? പുൾ ബാക്ക് എന്ന് വിളിക്കും അല്ലേ. എന്താണ് പുൾ ബാക്ക്? പുൾ ബാക്ക് ഈസ് എ പ്രൈസ് മൂവ്മെന്റ് ദാറ്റ് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ട്രെൻഡ്. നമ്മൾ പുൾ ബാക്ക് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓൺലി ടെമ്പററി പ്രൈസ് മൂവ്മെന്റ് ബിഫോർ ഇറ്റ് റിസ്യൂംസ് ബാക്ക് ഇൻ ടു ദ മെയിൻ മാർക്കറ്റ് ഡയറക്ഷൻ അല്ലേ. അതായത് അപ് ട്രെൻഡ് പോകുന്ന ഒരു സ്റ്റോക്കിന്റെ ഈ റീട്രേസ്മെന്റ് അല്ലെങ്കിൽ ഈ താഴോട്ട് വരുന്ന പോർഷനെയാണ് നമ്മൾ പുൾ ബാക്ക് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ടെമ്പററി ഉള്ളി അല്ലേ. അതിനുശേഷം എന്താണ്, അത് അതിൻ്റെ മെയിൻ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അപ്പം നമുക്ക് പുൾ ബാക്കിൽ ബൈ ചെയ്തൂടെ? തീർച്ചയായിട്ടും നമുക്ക് പുൾ ബാക്കിൽ ബൈ ചെയ്യാം അല്ലേ. പുൾ ബാക്കിൽ ബൈ ചെയ്യാം. ആ പുൾ ബാക്കിൽ നമ്മളുടെ ഡൈനാമിക് സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് എൻട്രി ആണല്ലേ. നമുക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. So pullbacks are sometimes referred to as a price retracement or corrections. Some may even just call it a dip അല്ലേ. നമ്മൾ ഡിപ്പാന്ന് പറയും ചിലപ്പോൾ. അതായത് ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ കയറി പോകുന്നു, പെട്ടെന്നൊരു ഡിപ്പ് വന്നെന്ന് നമ്മൾ പറയും താഴോട്ട് വരുമ്പോൾ. അത് ഡിപ്പ് വന്നിട്ട് തിരിച്ച് അങ്ങനെ കയറിപ്പോകും. മനസ്സിലായില്ല? സോ ഇതിനെയാണ് നമ്മൾ പുൾ ബാക്ക് എന്ന് വിളിക്കുന്നത്. പുൾ ബാക്ക് എങ്ങോട്ടൊക്കെ വരുമെന്നാണ് നമ്മൾ പഴയ വീഡിയോയിൽ പഠിച്ചിട്ടില്ല. പുൾ ബാക്ക് ട്രെൻഡ് ലൈനിലോട്ട് വരാം, പക്ഷേ ട്രെൻഡ് ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പുൾ ബാക്ക് ഫിബൊനാച്ചി ലെവൽ വെച്ചിട്ട് ഫിബൊനാച്ചി ലെവൽസിലോട്ട് വരാം, ഫിബൊനാച്ചി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് മൂവിങ് ആവറേജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മൂവിങ് ആവറേജിൻ്റെ ഉള്ളിലോട്ട് വരുന്ന അല്ലേ, നമ്മളുടെ ഓഹരി പഠനം ബാൻഡിൻ്റെ ഉള്ളിലോട്ട് വരുന്ന സ്റ്റോക്കുകളിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. പുൾ ബാക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡീപ്പ് പുൾ ബാക്ക് ആൻഡ് ഷാലോ പുൾ ബാക്ക്. രണ്ട് തരത്തിലുള്ള പുൾ ബാക്ക് ഉണ്ട്. ഡീപ്പ് പുൾ ബാക്കും ഉണ്ട്, ഷാലോ പുൾ ബാക്കും ഉണ്ട്. ഇതിനുള്ളിൽ ഡീപ്പ് പുൾ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ എ ഡീപ്പ് പുൾ ബാക്ക് ദ പ്രൈസ് മൂവ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റൻസ് അഗേൻസ്റ്റ് ദ മെർജർ ട്രെൻഡ് ആൻഡ് ദിസ് ഈസ് ദ കീ ഐഡന്റിഫയർ ഓഫ് എ ഡീപ്പ് പുൾ ബാക്ക്. ഓക്കെ, it can be happen quickly or it can be happen slowly. In other words, it can be also a sharp pullback even if it's deep one. Deep pullback എന്ന് വെച്ചാൽ എന്താണ്? ഡീപ്പ് പുൾ ബാക്കിൽ പ്രൈസ് മൂവ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റൻസ് അഗേൻസ്റ്റ് ദ മെർജർ ട്രെൻഡ്. അതായത് ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോയി. ഓക്കെ, ഇതെന്താണ്? ഇത് ഡീപ്പ് പുൾ ബാക്ക് ആണ് അല്ലേ. കാരണം എന്താണ്, നമ്മളുടെ സ്വിങ്ങിൻ്റെ ഒരു 30-40% എന്താണ് താഴോട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡീപ്പ് പുൾ ബാക്ക് എന്ന് വിളിക്കും. അപ്പം ഷാലോ പുൾ ബാക്ക് എന്ന് വെച്ചാൽ എന്താണ്? ദ പുൾ ബാക്ക് മൂവ് വെരി ലിറ്റിൽ അഗേൻസ്റ്റ് ദ മെർജർ ട്രെൻഡ്. നമ്മൾ ഡീപ്പ് പുൾ ബാക്കിൽ ഇവിടം വരെ പോയി അത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ, shallow pullback very little against the merger trend. It can be happen quickly or it can be happen slowly. It can also be a flat pullback if turn out to be a sideways movement അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, ഇത് ഡീപ്പ് പുൾ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ ഷാലോ പുൾ ബാക്ക് എന്ന് പറയുന്നത് അപ്സൈഡ് പോയി ഇങ്ങനെയായിരിക്കും, ഇല്ലെങ്കിൽ അപ്സൈഡ് പോയി ഇങ്ങനെയായിരിക്കും. മനസ്സിലായില്ലേ? ഇതെന്താണ് ഡീപ്പ് പുൾ ബാക്ക്. ഡീപ്പ് പുൾ ബാക്കിൽ നമ്മളുടെ ട്രെൻഡിന് അത്യാവശ്യം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യും. പക്ഷേ ഷാലോ പുൾ ബാക്കിൽ ദ പുൾ ബാക്ക് ഈസ് മൂവ് വെരി ലിറ്റിൽ എഗെയിൻസ്റ്റ് ദ മേജർ ട്രെൻഡ്. അതായത് മേജർ ട്രെൻഡ് ഇതാണ്, മേജർ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ കുറച്ചേ മൂവ് ചെയ്യുള്ളൂ. ഇറ്റ് ക്യാൻ ബി എ സൈഡ് വേസ് ഓൾസോ. അതായത് 2-3 തരത്തിൽ കാണാൻ പറ്റും. ഒന്ന് ഇങ്ങനെ പോയി ഭൂം വേണമെന്ന് ഇല്ല. സെക്കൻഡ് ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി പയ്യെ കൺസോൾട്ടേഷൻ നടത്തി ബൂം. ഈ ഒരു ടൈപ്പ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇറ്റ് ക്യാൻ ബി ക്വിക്ക്ലി ഓർ ഇറ്റ് ക്യാൻ ബി സ്ലോലി. ഇവിടത്തെ പോലെ വേണമെങ്കിൽ പെട്ടെന്നാകാം, അല്ലെങ്കിൽ ഇവിടത്തെ പോലെ സമയം എടുത്തിട്ടുള്ളതാകാം.
അപ്പോൾ ഷാലോ പുൾ ബാക്കും ഡീപ്പ് പുൾ ബാക്കും എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരു സ്റ്റോക്കിലെ പുൾ ബാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ഷാലോ പുൾ ബാക്ക് ആണോ ഡീപ്പ് പുൾ ബാക്ക് ആണോ എന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അപ്പം ഷാലോ പുൾ ബാക്കിൽ നമ്മൾ എവിടെ എൻട്രി എടുക്കുക, അല്ലെങ്കിൽ ഡീപ്പ് പുൾ ബാക്കിൽ എവിടെയാണ് നമ്മൾ എൻട്രി എടുക്കുക? ഡീപ്പ് പുൾ ബാക്ക് ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഞാൻ എൻട്രി എടുത്തോട്ടെ. ഈ ഡീപ്പ് പുൾ ബാക്കിൽ അവിടെ എൻട്രി എടുത്താലുള്ള കുഴപ്പം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. സോ ഡീപ്പ് പുൾ ബാക്കിൽ നമ്മൾ എൻട്രി എടുക്കേണ്ടത് ബോട്ടത്തിൽ നിന്നാണ്. ഇനി ഷാലോ പുൾ ബാക്കിൽ എൻട്രി എടുക്കേണ്ടത് ബ്രേക്ക് ഔട്ടിലാണ്. ഷാലോ പുൾ ബാക്കിൽ ഇവിടുന്ന് എൻട്രി എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എപ്പോഴും ആ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി എവിടെയാണ് സ്റ്റോപ്പ് ലോസ്? സിമ്പിളാണ്. ഡീപ്പ് പുൾ ബാക്കിൽ നമ്മൾ എവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. ഷാലോ പുൾ ബാക്കിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ റേഞ്ചിൻ്റെ താഴെയാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഷാലോ പുൾ ബാക്ക് എന്താണെന്നും ഡീപ്പ് പുൾ ബാക്ക് എന്താണെന്നും എവിടെയാണ് എൻട്രി എന്നും എവിടെയാണ് എക്സിറ്റ് എന്നും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴാണ് പുൾ ബാക്ക് ഫെയിൽ ആകുന്നത്? പുൾ ബാക്കിൻ്റെ സ്ട്രക്ചർ എന്താണ്, അല്ലേ? അതായത് ഒരു പ്രൈസ് ഇങ്ങോട്ട് പോയി, ഇത് നമ്മളുടെ സ്വിംഗ് ആണ്. ആ വരുന്ന പുൾ ബാക്ക് നമ്മളുടെ പ്രീവിയസ് സ്വിംഗ്, അതായത് ആ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തതിനേക്കാൾ താഴോട്ട് പോയാൽ അതെന്തായി? അവിടെ ആ പുൾ ബാക്ക് ഫെയിലായി. പിന്നെന്ത് സംഭവിക്കും? പിന്നെ ഇവിടുന്ന് തിരിച്ച് കയറിയാലും അത് ഒരു സൈഡ് വേസ് ട്രെൻഡിലോട്ടോ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താണ്? അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അപ് സൈഡ് പോയി നമ്മളുടെ ഈ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ അടുത്ത ട്രെൻഡ് പിടിച്ച് മുകളിലോട്ട് പോകും, അല്ലേ? അല്ലാതെ ഇങ്ങനെ പോയി ഈ ലോ ബ്രേക്ക് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ട്രെൻഡ് ചേഞ്ച് ആയി. വീണ്ടും ആ റേഞ്ചിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ ഒരു പോയിന്റ് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പുൾ ബാക്ക് ഫെയിലായി എന്ന് നമ്മൾ പറയും. ഇനി പല തരത്തിലുള്ള പുൾ ബാക്ക്സ് നമ്മൾ കാണാറുണ്ട്, അല്ലേ? അതായത് 1, 2, 3, 4, 5. ഇത് 1, 2, 3, 4, 5. എപ്പോഴും നമ്മൾ 4th 5th പുൾ ബാക്കിൽ എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കരുത്. അത് ഫെയിൽ ആകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്? അത് ഓൾറെഡി റാലി നടത്തി. ഇപ്പം ഓക്കെ, നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ നോക്കിക്കളയാം. നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്റ്റോക്കിൽ എപ്പോഴാണ് ഒരു ഇൻഡെക്സിൽ നിന്ന് എപ്പോഴാണ് മാറി നിൽക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ വേണം. ഞാൻ നമ്മളുടെ നമ്മളുടെ ടെലിഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് താൽക്കാലികമായിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്നത് അതെങ്ങനെയാണ് പറയുന്നത് എന്ന്, അല്ലേ? സോ 7 OP ബാൻഡ് ഫസ്റ്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, നിഫ്റ്റിയുടെ ട്രെൻഡ് ചേഞ്ച് ആയത് എവിടുന്നാണ്? നമുക്ക് മൂവിങ് ആവറേജ് ക്രോസ് ഓവർ കിട്ടിയപ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലായി? ട്രെൻഡ് ചേഞ്ച് ആയി. നമ്മൾ അങ്ങനെയാണല്ലോ ട്രെൻഡ് ചേഞ്ച് ആയി എന്ന് പറയുന്നത്. ട്രെൻഡിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ വിട്ട് ട്രെൻഡിൽ ഒരു മാറ്റം വന്നു എന്ന് പറയുന്നത് ഈ ഒരു ഇത് വന്നപ്പോഴാണ്, അല്ലേ? ആ ഒരു ക്രോസ് ഓവർ വന്നു. അതുപോലെ തന്നെ പ്രീവിയസ് സ്വിംഗ് ഹൈയും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ്? ട്രെൻഡ് ചേഞ്ച് ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ഇതെന്താണ്? ഫസ്റ്റ് പുൾ ബാക്ക്.
ഇതെന്താണ്? സെക്കൻഡ് പുൾ ബാക്ക്. ഇതെന്താണ്? തേർഡ് പുൾ ബാക്ക് അല്ലേ? ഇതെന്താണ്? ഫോർത്ത് പുൾ ബാക്ക്. സോ ഫോർത്ത് പുൾ ബാക്ക് എത്തി. ഫോർത്ത് പുൾ ബാക്കിൽ നിന്ന് റിവേഴ്സ് കയറി വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രക്ചർ ഫോർമേഷൻ വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ട്രക്ചർ കാണാൻ പറ്റുമോ? അപ്പോൾ ഫസ്റ്റ് പുൾ ബാക്ക് കഴിഞ്ഞു, സെക്കൻഡ് പുൾ ബാക്ക് കഴിഞ്ഞു, തേർഡ് പുൾ ബാക്ക് കഴിഞ്ഞു, ഫോർത്ത് പുൾ ബാക്ക് ആയി. ഫോർത്ത് പുൾ ബാക്ക് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇല്ലെങ്കിൽ ഫോർത്ത് പുൾ ബാക്കിൽ എത്തിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ പറഞ്ഞ് ഇനി തരുന്ന ഓരോ ചെറിയ റീട്രേസ്മെന്റിലും കയറിപ്പെടാതിരിക്കുക. ചിലപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാമായിരുന്നു, ഫിഫ്ത്ത് പുൾ ബാക്കിലോട്ട് പോകാമായിരുന്നു, അല്ലെ ഫിഫ്ത്ത് എക്സ്റ്റൻഷനിലോട്ട് പോകാമായിരുന്നു. പക്ഷേ ഫോർത്ത് വരെ നമ്മൾ സേഫാണ്. 1, 2, 3, 4 വരെ സേഫാണ്. അതിനുശേഷം കുറച്ച് റിസ്ക്കിയാണ്. അതുകൊണ്ട് തന്നെ പൊസിഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഇനി വരുന്ന ചോദ്യം, നിഫ്റ്റിയിൽ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, ഇനി ആസ് പെർ നമ്മളുടെ അനാലിസിസ് പ്രകാരം ഇതെന്താണ്? ഇത് സപ്ലൈ ആണ് അല്ലേ? എന്തുകൊണ്ടാണ്? കുറച്ചും കൂടെ ഞാൻ ചാർട്ട് ചുരുക്കി പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കൊറോണയ്ക്ക് മാർക്കറ്റ് വീണു. കൊറോണയ്ക്ക് മാർക്കറ്റ് വീണു. എവിടെ ട്രെൻഡ് ചേഞ്ച് ആയി? ഇവിടെ പോയി ഈ ഹൈ കട്ട് ചെയ്തപ്പോൾ ട്രെൻഡ് ചേഞ്ച് ആയി അല്ലേ? അതിനുശേഷം ഫസ്റ്റ് പുൾ ബാക്ക് തന്നു, സെക്കൻഡ് പുൾ ബാക്ക് തന്നു, തേർഡ് പുൾ ബാക്ക് തന്നു, ഫോർത്ത് പുൾ ബാക്ക് തന്നു, പിന്നെ അത് യു ടേൺ അടിച്ചു. ഓക്കെ. മാത്രമല്ല നമ്മൾ പഠിച്ച സ്റ്റേജസ് പ്രകാരം, മാർക്കറ്റിൻ്റെ സ്റ്റേജ് പ്രകാരം ഇതെന്താണ്? ഇത് ഡൗൺ ട്രെൻഡ് ആണ്. ഇതെന്താ പറയുക? അക്യുമുലേഷൻ സ്റ്റേജ് ആണ്. അക്യുമുലേഷൻ സ്റ്റേജ് കഴിഞ്ഞ് ഇത് സ്റ്റേജ് 2 ആണ്. അപ് ട്രെൻഡ് റാലി നടക്കുന്ന സമയമാണ്. അതിനുശേഷം കൺസോൾട്ടേഷൻ നടന്നു, അതായത് സപ്ലൈ സോണായി. അത് പ്രകാരം എന്താണ്? താഴോട്ട് വരേണ്ടത് അല്ലേ? പക്ഷെ എന്താണ് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ നിഫ്റ്റിയിൽ ഒരിക്കലും ഇങ്ങനെ വരില്ല, സ്റ്റോക്കിലാണ് വരുന്നത്. എന്നാൽ നമ്മൾ ഇതിൻ്റെ ഫേസസ് മനസ്സിലാക്കുക എന്നുള്ളത് അത്യാവശ്യം കൂടിയാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതെന്താണ്? ഇതൊരു തവണ റാലി നടത്തി കൺസോൾട്ടേഷൻ തന്നു, ചെറിയൊരു സെല്ലിങ് തന്നു. അതിനുശേഷം വീണ്ടും ഇവിടെ എന്താണ്? ഇവിടെ ട്രെൻഡ് ചേഞ്ചായി മുകളിൽ പോയി. ഇനി നമ്മൾ പുൾ ബാക്ക് എണ്ണി 1, 2, 3, 4 എത്തി. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? നേരത്തെ നമ്മൾ കണ്ടു 4, 5 എത്തിയപ്പം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒന്ന് താഴോട്ട് വീഴുന്ന കണ്ടു അല്ലേ? അപ്പം 4 പുൾ ബാക്ക് തന്നു, മുകളിൽ പോയി, കുഴപ്പമില്ല. പക്ഷെ അത് ബ്രേക്ക് ചെയ്തപ്പം എന്താണ്? നമ്മളൊന്ന് കോഷ്യസ് ആയി. നമ്മൾ പറഞ്ഞു ഇനി ഈ ലെവലിന് മുകളിൽ പോയാലാണ് ഫർദർ റാലി നടക്കാൻ സാധ്യത. കാരണം എന്താണ്? വീണ്ടും നമ്മളുടെ അപ് ട്രെൻഡിന്റെ കൺസെപ്റ്റ് പ്രകാരം അത് മുകളിലോട്ട് പോകണം അല്ലേ? അത് പോകാത്തടത്തോളം കാലം നമുക്ക് എന്താണ്? ഒരു കൺസൾട്ടേഷൻസ് കാണാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ, ഇവിടെ സപ്ലൈ ആണ്, അതുകൊണ്ട് ഇത് ഇവിടുന്ന് താഴോട്ട് വരുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിയാണ് നമുക്ക് പ്രാക്ടിക്കലി പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റോക്കിലാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 1 hour ടൈം ഫ്രെയിമിൽ, ഡെയിലി ടൈം ഫ്രെയിമിലാണ് എന്താ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ. ഇനി നമ്മൾ വീക്കിലി കമ്പയർ ചെയ്യുക. വീക്കിലിയിലോട്ട് വരുമ്പം എന്താണ്? വീക്കിലിയിലോട്ട് വരുമ്പം ട്രെൻഡ് ചേഞ്ച് ആയത് ഇവിടാണ് അല്ലേ? നമ്മൾ പറഞ്ഞു ഡെയിലി നമുക്ക് 4 പുൾ ബാക്ക് കിട്ടി, ഇല്ലെങ്കിൽ 5 പുൾ ബാക്ക് കിട്ടി, ഇനി ഫെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്, മാറി നിൽക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം വീക്കിലിയിലോട്ട് വരുമ്പോഴോ ഇതെല്ലാ ടൈം ഫ്രെയിമിനും ബാധകമാണല്ലോ. അതുകൊണ്ട് തന്നെ വീക്കിലിയിലോട്ട് വരുമ്പം ഇവിടുന്ന് ഒരു പുൾ ബാക്ക് വന്ന് നമുക്ക് ഫസ്റ്റ് പുൾ ബാക്ക് ആയതേ ഉള്ളൂ അല്ലേ? ഇവിടെ ഫസ്റ്റ് പുൾ ബാക്ക് ആയി. ഇത് എക്സാക്ട് മൂവിങ് ആവറേജിലോട്ട് വന്നിട്ടില്ല, ബട്ട് എന്നാലും ഇതിനെ നമുക്ക് സെക്കൻഡ് പുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. മുകളിൽ പോയി ഇതെന്താണ്? തേർഡ് പുൾ ബാക്ക് ആയിട്ടേ ഉള്ളൂ. മനസ്സിലായില്ലേ? സോ ഇവിടുന്ന് എന്ത് സംഭവിക്കാം? വേണമെങ്കിൽ ഫോർത്ത് പുൾ ബാക്കും ഫിഫ്ത്തും വന്നതിന് ശേഷമായിരിക്കാം കറക്ഷൻ. ഓക്കെ. അല്ല എന്നുണ്ടെങ്കിൽ 1, 2, 3 ഈ 2 കഴിഞ്ഞതിന് ശേഷവും വരാം. എത്രത്തോളം വരാം? അതും ഒരു ഡൗട്ടാണല്ലോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് പുൾ ബാക്ക് ഡെയിലി ചാർട്ടിലെ പുൾ ബാക്ക് വരാം, അല്ലെങ്കിൽ ഡെയിലി ചാർട്ടിൽ 4 പുൾ ബാക്ക് കഴിഞ്ഞ് ഡെയിലി ചാർട്ടിൽ സൈഡ് വേസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ്? വീക്കിലിയുടെ ബാൻഡിൻ്റെ ഉള്ളിലോട്ട് വരും അല്ലേ? അതായത് ഇവിടെ ഡെയിലിയിൽ
ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ എന്താണ്? മാർക്കറ്റ് പൊളിഞ്ഞു വീഴുന്നൊന്നുമല്ല. ഈ സാധനം നമ്മളുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ സൈഡ് വേസ് ആയി, ഇല്ലെങ്കിൽ അപ് ട്രെൻഡ് ഒന്ന് സ്റ്റോപ്പായി. അപ്പോൾ ഇനി എന്താണ്? ഇത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ ബാൻഡിൻ്റെ ഉള്ളിലോട്ട് വരും. അതാണ് എൻ്റെ വ്യൂ. ഇപ്പോൾ എന്താണ്? വീക്ക്ലി ബാൻഡിൻ്റെ ഉള്ളിലോട്ട് വന്നു. ഓക്കെ, ഇനി ഇവിടെ എക്സാക്ട് ഇവിടെയാണുള്ളത്. ഇവിടുന്ന് റിവേഴ്സ് അടിക്കുമോ? നമുക്കറിയില്ല, കണ്ട് തന്നെ അറിയണം. ഇനി റിവേഴ്സ് അടിച്ചില്ല, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാണ് നോക്കുക? ഞാൻ നേരെ മന്ത്ലി ടൈം ഫ്രെയിമിൻ്റെ ബാൻഡ് എവിടെയാണ് ഉള്ളതെന്ന് നോക്കും. ഓക്കെ, മന്ത്ലി ടൈം ഫ്രെയിമിൻ്റെ ബാൻഡ് എവിടെയാണ് ഉള്ളതെന്ന് നോക്കും. മന്ത്ലി ടൈം ഫ്രെയിമിൽ എവിടെയാണ് ബാൻഡ് ഉള്ളത്? ഈ ഒരു സോണിലാണ്. സോ ഇങ്ങനെ ഒരു റിവേഴ്സലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുക. എവിടെ? വീക്കിലിയിൽ നമ്മളുടെ വീക്കിലി ബാൻഡിൽ ഹോൾഡ് ചെയ്തില്ല, വീക്കിലി ബാൻഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ് പറയുന്നത്. വീക്കിലി ബാൻഡ് ഹോൾഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടെക്നിക്കൽ എല്ലാം തന്നെ യൂസ് ചെയ്യണം, വെറുതെ ബാൻഡ് മാത്രം യൂസ് ചെയ്താൽ പോരാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡെയിലിയിൽ ബിയറിഷ് ആയി, ഇല്ലെങ്കിൽ ഡെയിലിയിൽ സൈഡ് വേസ് ആയി, വീക്കിലിയിൽ വന്നു. അപ്പം നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് സോൺ ഏതാണ്? 13,500 അല്ലേ? അത് കഴിഞ്ഞ മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. ഈ ഒരു സോണാണ് നമ്മളുടെ മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് ഒന്നെങ്കിൽ തിരിച്ച് കയറാം അല്ലേ, വീണ്ടും പുൾ ബാക്ക് എടുത്ത് ഇവിടെ കണ്ട പോലെ തന്നെ. ഇനി അവിടെ ഹോൾഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ഇതാണ്. അപ്പം ഇവിടെ എത്രയാണ് ഈ ഒരു മേജർ സപ്പോർട്ട് വരുന്നത്? 12,300 ലെവലാണ് വരുന്നത്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യുമെന്നുണ്ടോ? നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല, മാർക്കറ്റാണ്, എന്ത് സംഭവിക്കാം. പക്ഷേ നമ്മളുടെ ബാൻഡിന് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലായി? നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യും. നമ്മുടെ ബാൻഡിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 14,000, ഇപ്പോൾ ഇത് 14,150 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 14K താഴെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതൊരു ബീറിഷിലോട്ട് പോയി, ഇല്ലെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ആയി, നമ്മളുടെ അപ് ട്രെൻഡ് ബാൻഡ് ബ്രേക്ക് ആയി എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. എവിടെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി നോക്കുക? ഓപ്പർച്യൂണിറ്റി ഒന്ന് നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മന്ത്ലി ബാൻഡിൻ്റെ ഉള്ളിൽ നോക്കും ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും വരുമോ നോക്കും. 12,800, 13,000, ഇവിടെ എവിടെയെങ്കിലും. പിന്നെ നമ്മൾ ചുമ്മാ അല്ലല്ലോ, നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കുന്നുണ്ട്. എവിടുന്നാണ് റിവേഴ്സിൽ കിട്ടുന്നത്? ചിലപ്പോൾ ഇവിടുന്ന് റിവേഴ്സിൽ കിട്ടാം അല്ലേ, ഇവിടുന്ന് റിവേഴ്സിൽ കിട്ടാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ബൈങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യും അല്ലേ. അപ്പം നമ്മൾ എന്താണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നതെന്ന് നോക്കും. നമ്മൾ എന്നിട്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ കൺഫേം ചെയ്യും. ഡെയിലി ടൈം ഫ്രെയിമിൽ എങ്ങനെ കൺഫേം ചെയ്യുന്നത്? സ്റ്റോക്ക് താഴോട്ട് വന്നു, ഇല്ല നിഫ്റ്റി താഴോട്ട് വന്നു, നമ്മളുടെ ട്രെൻഡും താഴോട്ട് വന്നു. ഈ ട്രെൻഡ് കട്ട് ചെയ്ത് മുകളിൽ പോകുന്നത് നമ്മൾ നോക്കും. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഡെയിലി ടൈം ഫ്രെയിമിൽ ട്രെൻഡ് ഒരു പരിധി വരെ ചേഞ്ച് ആയി എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ നോക്കും വീക്ക്ലി ടൈം ഫ്രെയിമിൽ എവിടെയാണ് ഉള്ളത്? അത് മന്ത്ലി ബാൻഡിൻ്റെ ഉള്ളിൽ വന്നോ? അതായത് മന്ത്ലി ബാൻഡിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഡെയിലിയിൽ അപ് ട്രെൻഡ് ചേഞ്ച് ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? അതൊരു റിവേഴ്സലിനുള്ള സാധ്യതയാണെന്ന് മനസ്സിലായല്ലേ. ഓക്കെ, സോ നമ്മൾ അങ്ങനെ ഈ വീക്കിലിയും ഡെയിലിയും ഇട്ട് കമ്പയർ ചെയ്യും. ഇപ്പോൾ ലാസ്റ്റ് തവണ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് റിവേഴ്സ് കയറി എക്സാക്റ്റ് നമ്മളുടെ ബാൻഡിലാണ് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഇന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളുടെ വീക്ക്ലിയിൽ എക്സാക്റ്റ് 20 മൂവിങ് ആവറേജിലാണ് സപ്പോർട്ട് എടുത്തത്. പക്ഷേ ഇവിടെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യുമോ? ഇവിടെ ബൈ ചെയ്യുമോ? ഞാൻ കുറച്ച് പേടിക്കും. കാരണം എന്താണെന്നറിയോ? നമ്മുടെ നോർമൽ പുൾ ബാക്കിൽ നമ്മൾ കാണുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ അല്ല ഇവിടെ. ഇവിടെ കണ്ടോ മൂവിങ് ആവറേജ് റൗണ്ട് ചെയ്ത് വരുന്നത് കണ്ടോ? ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നുണ്ട്. അത് അത്ര നല്ലതല്ല. സോ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ വന്ന്, ഓക്കെ, അതിനുശേഷം വീണ്ടും റിവേഴ്സൽ ക്യാൻഡിൽ വന്ന് ഒരു 2-3 ക്യാൻഡിലുകളുടെ കഥ കേട്ടിട്ട് ഇങ്ങനെ ഒരു അപ്സൈഡ് ഒരു റേഞ്ച് ഒക്കെ വന്ന് അപ്സൈഡ് ബ്രേക്കൗട്ട് കയറുമ്പോഴേ ഞാൻ കുറച്ചും കൂടെ ബുള്ളിഷായി എന്ന് പറയുള്ളൂ. മനസ്സിലായില്ലേ? സോ പുൾ ബാക്കാണ് നമ്മൾ പറഞ്ഞു വന്നത്. പുൾ ബാക്ക് അപ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആണ് കുറച്ചുകൂടെ സേഫ്. 4th, 5th പുൾ ബാക്ക് നമുക്ക് എന്താണ്? ഫെയിൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് എങ്ങനെയാണ് ഹൈ ആക്യുറസി പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? ഇല്ലെങ്കിൽ ഏത് പുൾ ബാക്കാണ് ഹൈ ആക്യുറസി പുൾ ബാക്ക്? ഫസ്റ്റ് പുൾ ബാക്ക് ഈസ് ദ ബെസ്റ്റ് പുൾ ബാക്ക്. എപ്പോഴും ചിന്തിക്കുക, ഫസ്റ്റ് പുൾ ബാക്ക് ആണ് ബെസ്റ്റ് പുൾ ബാക്ക്.
ഫസ്റ്റ് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ഡൗൺ സൈഡ് വരുന്നു, കൺസോൾട്ടേഷൻ ആവുന്നു, ട്രെൻഡ് ചേഞ്ച് ആവുന്നു. ഓക്കെ, ട്രെൻഡ് ചേഞ്ച് ആയി. ഇതെന്താണ്? ഫസ്റ്റ് പുൾ ബാക്ക്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പുൾ ബാക്ക്. ഇതാണ് ബെസ്റ്റ് പുൾ ബാക്ക്. ഇതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റാലി കിട്ടുക. ഇത് ഇൻട്രാഡേ ആയിക്കോട്ടെ, സ്വിംഗ് ആയിക്കോട്ടെ, BTST ആയിക്കോട്ടെ. അപ്സൈഡ് പോയ ഒരു സ്റ്റോക്ക് ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആയി. ഓക്കെ, ഇവിടെ ഇങ്ങനെ ട്രെൻഡ് ചേഞ്ച് ആയി, ഇത് താഴോട്ട് വന്നു, നമ്മളുടെ മൂവിങ് ആവറേജിൽ റെസിസ്റ്റൻസ് എടുത്തു. അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് പുൾ ബാക്ക് ആണ്. ട്രെൻഡ് ചേഞ്ച് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് പുൾ ബാക്ക് ആണ്. സോ ദിസ് ഈസ് ദ പെർഫെക്റ്റ് എൻട്രി. നമുക്ക് നല്ല ഡൗൺ സൈഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ അപ്പ് സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് സ്റ്റോക്കുകൾ എടുത്തിട്ട് നമുക്ക് നോക്കാം. എത്ര ചാർട്ടുകൾ വേണമെങ്കിലും നമുക്ക് പരിശോധിക്കാം. ഈ ഒരു സ്റ്റോക്കിൽ എവിടെയാണ് ട്രെൻഡ് ചേഞ്ച് ആയത്? ട്രെൻഡ് ചേഞ്ച് ആയത് ഇവിടെയല്ലേ. അതുപോലെ തന്നെ ഈ സ്വിംഗ് ഹൈ കട്ട് ചെയ്തപ്പോൾ അല്ലേ, അവിടെ ട്രെൻഡ് ചേഞ്ച് ആയി. എവിടെയായിരുന്നു പുൾ ബാക്ക്? ഇതായിരുന്നു ഫസ്റ്റ് പുൾ ബാക്ക് അല്ലേ. ഇതായിരുന്നു ഫസ്റ്റ് പുൾ ബാക്ക്. ഫസ്റ്റ് പുൾ ബാക്കിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു റാലി കണ്ടിന്യൂ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ അതൊരു ബ്രേക്ക് ഔട്ട് കൂടിയായിരുന്നു. ഫസ്റ്റ് പുൾ ബാക്ക് പ്ലസ് ബ്രേക്ക് ഔട്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫസ്റ്റ് പുൾ ബാക്ക് ആണ് ഇത് അല്ലേ. ഇവിടെയാണ് ട്രെൻഡ് ചേഞ്ച് ആയ. ഇവിടെയൊക്കെ ട്രെൻഡ് ചേഞ്ച് ആയോ? ഇല്ല, ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആയി. ഇത് ഫസ്റ്റ് പുൾ ബാക്ക് ആണ്. സോ ഫസ്റ്റ് പുൾ ബാക്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉള്ളത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് പുൾ ബാക്ക് ഏതാണ്? ഇതാണ് അല്ലേ. കാരണം എന്താണ്? ഇവിടെയാണ് ട്രെൻഡ് വന്നത്, ഇവിടെ ചേഞ്ച് ആയി, ഇവിടെ ട്രെൻഡ് നമുക്ക് ക്ലിയർ അല്ല, ഇവിടെ ട്രെൻഡ് വന്നു, ബ്രേക്ക് ഔട്ട് ചെയ്തു, ഫസ്റ്റ് പുൾ ബാക്ക്. ഇതാണ് ഫസ്റ്റ് പുൾ ബാക്ക്. ആ പുൾ ബാക്ക് ആണ് ബെസ്റ്റ് പുൾ ബാക്ക്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും നല്ല എൻട്രി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഇതിൽ ട്രെൻഡ് ഇതുവരെ വന്നിട്ടില്ല. ഇത് SBI കാർഡിൻ്റെ ചാർട്ടാണ് അല്ലേ. ഇവിടെയാണ് നമ്മളുടെ ട്രെൻഡ് ചേഞ്ച് ആയത്. ഇതെന്താണ്? ഫസ്റ്റ് പുൾ ബാക്ക്. ഫസ്റ്റ് പുൾ ബാക്ക് ഈസ് ദ ബെസ്റ്റ് പുൾ ബാക്ക്. നല്ല മൂവ്മെൻറ്റ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഏത് ചാർട്ട് എടുത്ത് വെച്ച് നോക്കിയോ, എന്നിട്ട് ഡൗട്ട് ഉള്ളതിൽ ഏതിൽ വേണമെങ്കിലും പറഞ്ഞു. ഈ ഒരു സ്റ്റോക്കിൽ ഇതൊരു ഷാലോ പുൾ ബാക്ക് ആണ് അല്ലേ. പക്ഷേ നമ്മളുടെ റൂള് പ്രകാരം ഇത് നമ്മളുടെ ബാൻഡിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടില്ല. സോ നമ്മൾ അതുകൊണ്ട് അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മളുടെ ബാൻഡിൻ്റെ ഉള്ളിലോട്ട് വന്ന പുൾ ബാക്ക് ഇതാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പുൾ ബാക്ക് ആൻഡ് ദ ബെസ്റ്റ് പുൾ ബാക്ക്. അതിനുശേഷം പോകുന്ന പോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ ഒരു സ്റ്റോക്ക് മാൻ അലൂമിനിയം, ഞാൻ ഇത് ടൈം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാട്ടോ ചാർട്ട് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇവിടെ നമുക്ക് ട്രെൻഡ് ചേഞ്ച് ആയി, പക്ഷേ ഇവിടെയാണ് നമ്മളുടെ പ്രീവിയസ് സ്വിംഗ് ഹൈ ബ്രേക്ക് ആയത് അല്ലേ. സോ അവിടെ നമുക്ക് ട്രെൻഡ് ചേഞ്ച് ആയി. ദെൻ ഫസ്റ്റ് പുൾ ബാക്ക് ഇതാണ് അല്ലേ. സോ ഫസ്റ്റ് പുൾ ബാക്കിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മൂവ്മെൻറ്റ് കിട്ടി. ഇതെന്താണ്? ഇത് ഫസ്റ്റ് പുൾ ബാക്ക്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഇവിടെ എൻട്രി എടുക്കുന്നത് റിസ്കി ആണോ? തീർച്ചയായിട്ടും റിസ്കി ആണ്. കാരണം എന്താണ്? സ്റ്റോക്കിൻ്റെ പെർഫെക്റ്റ് എൻട്രി ഫസ്റ്റ് ആയിരുന്നു, ഇല്ലെങ്കിൽ സെക്കൻഡ് ആയിരുന്നു, തേർഡ് കൂടെ റിസ്ക് ആണ്. പക്ഷെ ഫസ്റ്റും ടു തേർഡും കൺസിഡർ ചെയ്യാം. പക്ഷെ ബെസ്റ്റ് പുൾ ബാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് പുൾ ബാക്ക് ആണ്. ഓക്കെ, ഇനി ഇത് ആക്ച്വലി നമുക്ക് ഫെയിൽ ആയി പോയിട്ടുള്ള ഒരെണ്ണമാണ് അല്ലേ. ട്രെൻഡ് ഇത് ഫസ്റ്റ് പുൾ ബാക്ക്, നമ്മുടെ ഫസ്റ്റ് പുൾ ബാക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല, ബട്ട് എന്നാലും നമുക്ക് ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല. സോ അതൊരു ഫെയിലിയർ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇവിടെയാണ് നമ്മളുടെ ട്രെൻഡ് ചേഞ്ച് ആയത്. ട്രെൻഡ് ചേഞ്ച് ആയി, പക്ഷേ ഈ ഒരു സോണിലൊന്നും നമുക്ക് എന്താണ് ഒരു ട്രെൻഡ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ലെവൽ എത്തിയപ്പം ഈ ഒരു ക്യാൻഡിലോട് കൂടി, ഈ ഒരു ബ്രേക്ക് ഔട്ടോട് കൂടി നമുക്ക് എന്താണ് ട്രെൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്നാലും ഇത് ഫസ്റ്റ് പുൾ ബാക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ട്രെൻഡ് സ്വിംഗ് ഹൈ ഓൾറെഡി ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ട്രെൻഡ് ചേഞ്ച് ആയി. അവിടെ നമുക്കൊരു എൻട്രി ഉണ്ട്. പിന്നെ നമ്മളുടെ സെക്കൻഡ് പുൾ ബാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ മൂവിങ് ആവറേജിൻ്റെ ഉള്ളിലോട്ട് വന്ന ഈ പുൾ ബാക്കിൽ എൻട്രി എടുക്കായിരുന്നു. കാരണം എന്താണ്? ബ്രേക്ക് ഔട്ട് പ്ലസ് സെക്കൻഡ് പുൾ ബാക്ക് പ്ലസ് നമ്മളുടെ മൂവിങ് ആവറേജ് സപ്പോർട്ട്, നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വാൻപറി ഈ ഒരു സ്റ്റോക്കിൻ്റെ ആയാലും നമുക്ക് എവിടെയാണ് ട്രെൻഡ് ചേഞ്ച് ആയത്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ട്രെൻഡ് ചേഞ്ച് ആയി,
ഫസ്റ്റ് പുൾ ബാക്ക് കിട്ടി, മൂവ്മെൻറ്റ് കിട്ടി, പക്ഷെ വലിയൊരു റാലി കിട്ടിയില്ല. നമ്മളിപ്പം ഈ ഒരു പുൾ ബാക്കിൽ എൻട്രി എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നവർക്ക് ധാരാളം ഒത്തിരി പ്രോഫിറ്റ് കിട്ടി. പക്ഷെ എന്നാലും ഒരു കണ്ടിന്യൂഷൻ വന്നില്ല, അത് ഫെയിലായി. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇവിടെ വന്നു. ഇവിടെ എന്താണ്, ട്രെൻഡ് ചേഞ്ചായി. ഇവിടെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുൾ ബാക്ക്. ഒന്നെങ്കിൽ ഫാസ്റ്റ് ആകാം, ഇല്ലെങ്കിൽ വളരെ സ്ലോലി ആകാം. സോ ഇതെന്താണ്, നമ്മളുടെ ഫസ്റ്റ് പുൾ ബാക്ക് ആണ്. അതിനുശേഷം നമുക്ക് നല്ല റാലി കിട്ടിയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് മാഗ്മ ഫിൻകോർപ്പ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിലും ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആയല്ലേ, ഇവിടെ ട്രെൻഡ് ചേഞ്ചായി. സോ ഇങ്ങനെ വന്നു. ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം, കുറച്ച് റിസ്ക്കിയാണ്. പക്ഷേ ഈ ഒരു പോയിന്റ് ഹൈ കട്ട് ചെയ്തതിന് ശേഷമുള്ള പുൾ ബാക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. നമുക്ക് ഫസ്റ്റ് പുൾ ബാക്ക് എന്ന് തന്നെ ഇതിനെ വിളിക്കാം. ആ ഒരു ബ്രേക്ക്ഔട്ട് പെർഫെക്റ്റ് ബ്രേക്ക്ഔട്ട് ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എവിടെയാണ് നമ്മുടെ ബാൻഡിൻ്റെ ഉള്ളിലാണ് എക്സാക്ട് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് ഇവിടത്തേക്കാൾ ട്രെൻഡ് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് പുൾ ബാക്കിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മൂവ്മെൻറ്റ്സ് കിട്ടും. ഇനി SBI കാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. JK ടയർ, ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ എന്താണ്, ഇവിടെ ട്രെൻഡ് ചേഞ്ചായി. നമുക്ക് എവിടെയെങ്കിലും പുൾ ബാക്ക് കിട്ടിയോ? ഇല്ല. വീണ്ടും ആ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. ഇത് അപ്സൈഡ് പോയി. ഈ സമയത്ത് നമുക്ക് ട്രെൻഡ് ക്ലിയർ ആയി, താഴോട്ട് വന്നു. ഫസ്റ്റ് പുൾ ബാക്ക് പ്ലസ് ബ്രേക്ക്ഔട്ട്, നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. അതുപോലെ തന്നെ SMS ഫാർമസ്യൂട്ടിക്കൽ, ഈ ഒരു സ്റ്റോക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ട്രെൻഡ് ചേഞ്ചായി, മുകളിലോട്ട് പോയി, താഴോട്ട് വന്നു. എവിടെയാണ്, എക്സാക്ട് നമ്മുടെ ബാൻഡിൽ സപ്പോർട്ട് എടുത്തു അല്ലേ, ഫസ്റ്റ് പുൾ ബാക്ക് ആയിരുന്നു. സോ അത് നല്ലൊരു പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു സ്റ്റോക്ക് റൈഡ് ചെയ്യുന്നവർക്ക്. അത് നമ്മളിതുപോലെ തന്നെ ഇത് ഓൾറെഡി സംസാരിച്ചതാണ്. മാംഗ്ലൂർ കെമിക്കൽ, ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് ആയിരുന്നു, ഇവിടെ ട്രെൻഡ് ചേഞ്ചായി. ഇതെന്താണ്, കൺസോൾട്ടേഷൻ ബ്രേക്ക്ഔട്ട് അല്ലേ. സോ IIFL ഫിനാൻസ് ട്രെൻഡ് ചേഞ്ചായി, മുകളിൽ പോയി, ലോങ് കൺസോൾട്ടേഷൻ, ഫസ്റ്റ് പുൾ ബാക്കിൽ, പിന്നെ ഒരു ബ്രേക്ക്ഔട്ട്, പിന്നെ നല്ലൊരു ബ്ലാസ്റ്റ്. നമ്മളുടെ മൂവിങ് ആവറേജിൻ്റെ ഉള്ളിലാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ CG പവർ ഇൻഡസ്ട്രിയൽ, നേരത്തെ നമ്മൾ സംസാരിച്ചെന്ന് തോന്നുന്നു. ടിൻ പ്ലേറ്റ് ഫെയിലിയർ ആയിരുന്നു. മണാലി പെട്രോ കെമിക്കൽ, ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ഇവിടെ ചേഞ്ചായി. ബാൻഡിൻ്റെ ഉള്ളിലോട്ട് പുൾ ബാക്ക് വന്നില്ല, ബട്ട് ഇതൊരു ചെറിയ ഷാലോ പുൾ ബാക്കാണ്, കൺസിഡർ ചെയ്യാം. ബാൻഡിൻ്റെ ഉള്ളിലോട്ട് ഇവിടെ പുൾ ബാക്ക് വന്നു. പക്ഷേ ഈ ഒരു പുൾ ബാക്ക് ഞാൻ കൺസിഡർ ചെയ്യില്ല. കാരണം ആ ഒരു പുൾ ബാക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പുൾ ബാക്ക് ഞാൻ കൺസിഡർ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് പാറ്റേൺ കിട്ടുന്നില്ല. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ 1 2 3 കുറച്ച് കഥകൾ കേട്ടിട്ടുള്ളൊരു പാറ്റേൺസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ, ആ ഒരു പോയിന്റ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാറ്റേൺസ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇതിലും കിട്ടുന്നില്ല. പക്ഷേ ഈ ഇതിലോട്ട് വരുമ്പോൾ എന്താണ്, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഫോർമേഷൻ കാണാം, അതിനോടൊപ്പം തന്നെയുള്ള ഒരു ബ്രേക്ക്ഔട്ടും കാണാം. അതുകൊണ്ട് ഞാൻ ഇത് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, ഈ ഒരു ഷെയർ നോക്കിയാൽ കാണാൻ പറ്റും ട്രെൻഡ് ചേഞ്ച് ആയത് ഇവിടെ, ട്രെൻഡ് കൺഫേം ആയത് ഇവിടെ, മുകളിൽ പോയി, ഫസ്റ്റ് പുൾ ബാക്ക്, ഷാലോ പുൾ ബാക്കിൽ നമ്മൾ എവിടെയാണ് എൻട്രി, ഇവിടെ എൻട്രി എടുക്കാം. ഡീപ്പ് പുൾ ബാക്ക് ആണെങ്കിൽ നമ്മൾ താഴെ നിന്ന് എൻട്രി എടുക്കും. മനസ്സിലായില്ലേ? സോ ഫസ്റ്റ് പുൾ ബാക്ക് ആയിരുന്നു, നമുക്കവിടെ എൻട്രി എടുക്കാം. ഇതെന്താണ്, കെസോറാം ഇൻഡസ്ട്രീസ്, ഇവിടെ ട്രെൻഡ് ചേഞ്ചായി. മൂന്നും കൂടെ തിരിഞ്ഞത് എവിടെയാണ്, ഇവിടെയാണ് ട്രെൻഡ് ചേഞ്ചായി. അപ്സൈഡ് പോയി, താഴെ വന്നു. ഇത് കൺസിഡർ ചെയ്യാം, പക്ഷേ അത് ഫസ്റ്റ് പുൾ ബാക്ക് ആണ്, കൺസിഡർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, എതിരഭിപ്രായമൊന്നുമില്ല. ഇവിടെ കയറാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം. പക്ഷേ മുകളിൽ പോയി ഇവിടെ ചെന്ന് ഇവിടെ ചെന്ന് ഇവിടെ ചെന്ന് ഈ ബ്രേക്ക്ഔട്ടും കൂടെ കാണുമ്പോൾ നമുക്ക് സ്ട്രോങ് ബൈ ആണ്. അതായത് എപ്പോഴും ഫസ്റ്റ് പുൾ ബാക്കിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ മുകളിൽ പോയി നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിവേഴ്സൽ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ പോയി ഫസ്റ്റ് പുൾ ബാക്കിൽ നല്ല ബ്രേക്ക്ഔട്ടും കൂടെ ഉണ്ടെങ്കിൽ, ഫസ്റ്റ് പുൾ ബാക്ക് പ്ലസ് ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ വളരെ നല്ല റിസൾട്ട് നമുക്ക് ഇവിടത്തെ പോലെ കിട്ടും. അതുപോലെ തന്നെ ഹെക്സാ ട്രേഡ്, ഞാൻ കുറച്ച് റാൻഡം ആയിട്ടുള്ള സ്റ്റോക്കുകൾ എടുത്താൽ നിങ്ങൾക്ക് ഏത് സ്റ്റോക്കും പരിശോധിക്കാം. ഫസ്റ്റ് പുൾ ബാക്ക് നിങ്ങൾക്ക് ഏത് സ്റ്റോക്കും പരിശോധിക്കാം. നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം.
ഹിൻഡാൽകോ ട്രെൻഡ് ചേഞ്ചായി മുകളിൽ പോയി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ? ഹൊറിസോണ്ടൽ ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. ഹൊറിസോണ്ടൽ ബ്രേക്ക് ഔട്ട് കിട്ടാത്തപ്പോൾ നമ്മൾക്ക് എന്താണ് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് അല്ലേ? അപ്പോൾ നല്ലൊരു സ്ട്രക്ചർ ഫോർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തമിഴ്നാട് പെട്രോ കെമിക്കൽ ഇവിടെ എന്താണ് മുകളിൽ പോയി. ഇത് ഫസ്റ്റ് പുൾ ബാക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇവിടെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ, ഇല്ലെങ്കിൽ ഇവിടെ ട്രെൻഡ് അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിരിക്കും, ഞാൻ ഇതായിരിക്കും ഫസ്റ്റ് പുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. കാരണം വെച്ചാൽ ഇവിടെ പലപ്പോഴും ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ അല്ലേ. കാരണം എന്താണ് ഇവിടെയൊക്കെ നമുക്ക് മൂവിങ് ആവറേജിൽ ട്രെൻഡ് ചേഞ്ച് ആയെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഹൈ ഇങ്ങനെ തലയ്ക്ക് മേലെ നിൽക്കുവാണ്, മനസ്സിലായില്ല? അപ്പോൾ എന്താണ് ഈ ഒരു തലയ്ക്ക് മേലുള്ള സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മളൊരു അപ് ട്രെൻഡ് ആയെന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ഫസ്റ്റ് പുൾ ബാക്ക് ഇതായിരുന്നു. അത് റീടെസ്റ്റും കൂടെ ആകുമ്പം സൂപ്പർ. ഇത് നിഫ്റ്റിയുടെ ഒരു ചാർട്ട്. ഇതാണ് ശോഭ ഇൻഡസ്ട്രീസിൽ ഞാൻ കോൾ തരാനുള്ള കാരണം എന്താണ്, ട്രെൻഡ് ചേഞ്ചായി. ഇത് ഫസ്റ്റ് പുൾ ബാക്ക് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട്സ് ഇല്ല. അതുപോലെ തന്നെ ഒരു നല്ലൊരു റിവേഴ്സൽ ഒരു സ്ട്രക്ചർ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ഇത് അത്രത്തോളം കാര്യമാക്കുന്നില്ല. പക്ഷെ പകരം അത് ഇവിടെ വന്ന് ഇവിടെ 2-3 ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ 3 ക്യാൻഡിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രൈസ് റിജക്ഷൻസ് കാണിക്കുന്നുണ്ട്. ആ ഒരു ഹൈ കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ എന്ത് പറഞ്ഞത്, ബൈ പറഞ്ഞത്. അതിനുശേഷം അത് 510 540 വരെയൊക്കെ പോയി. ഇത് ഫിലാടെക്സിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെന്താണ് ട്രെൻഡ് ചേഞ്ചായി മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുത്തു അല്ലേ. ഇത് എക്സാക്ട് മൂവിങ് ആവറേജിലോട്ട് വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഇവിടുത്തെ പ്രൈസ് സ്ട്രക്ചർ, ഇത് വീക്ക്ലി ചാർട്ടാണ്. നമുക്ക് എന്താണ് ഡെയിലി ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് മനസ്സിലാവും അല്ലേ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 70 മുകളിൽ ബൈ പറഞ്ഞത്. ഓൾമോസ്റ്റ് 70+ അത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസ്, ഇതെന്താണ് ഇവിടെ ട്രെൻഡ് ചേഞ്ചായി ഫസ്റ്റ് പുൾ ബാക്ക്, പിന്നെ വരുന്ന സെക്കൻഡ് പുൾ ബാക്ക് ഇവിടെയാണ്. ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു. നമുക്കിവിടെ എൻട്രി കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം. സോ ഗുഡ് ലക്ക് സ്റ്റീൽ നമുക്ക് അടുത്തൊരു സ്റ്റോക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രെൻഡ് എന്താണ് ചേഞ്ചായി. ഇവിടെ എന്താണ് ഫസ്റ്റ് പുൾ ബാക്ക് ആണ് അല്ലേ. നമുക്കിവിടെ ബൈ കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവലിൽ ബൈ കൺസിഡർ ചെയ്യാം. ഇതൊരു റിജക്ഷൻ ക്യാൻഡിലാണ്. ഈ ഒരു പോയിന്റിൽ ബൈ കൺസിഡർ ചെയ്യാം. ഈ ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. പക്ഷെ ചിന്തിക്കണം, ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ പോയാലേ ഫർദർ അപ്സൈഡ് കിട്ടുള്ളൂ. സോ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. പിന്നെ ഈ ലെവലും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ അപ്സൈഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെന്താണ് ബൻസാലി എഞ്ചിനീയർ പോളിമർ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയായിരുന്നു ഫസ്റ്റ് പുൾ ബാക്ക്. ഫസ്റ്റ് പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ ട്രെൻഡ് ചേഞ്ചായി. സോ ഇത് ഞാൻ അത്ര കൊടുക്കുന്നില്ല. ഈ ഒരു പോയിന്റ് നമുക്ക് പിന്നെയും കൺസിഡർ ചെയ്യാം ഫസ്റ്റ് പുൾ ബാക്ക്. അതിനുശേഷം തരുന്ന സെക്കൻഡ് പുൾ ബാക്ക് ആണ് ഇവിടെ അല്ലേ. സോ ഈ ലെവലിന് മുകളിൽ ബൈ ആയിരുന്നു 155. എനിക്ക് തോന്നുന്നു 170+ ടെസ്റ്റ് ചെയ്തു. സ്റ്റിൽ ആ ഒരു സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ്, ഇതിൻ്റെ ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും എവിടെയാണ് ട്രെൻഡ് ചേഞ്ച് ആയ ഇവിടെ അല്ലേ. സോ ഇതൊക്കെ എന്താണ് ഫസ്റ്റ് പുൾ ബാക്കിൻ്റെ ഭാഗമാണ്. ഫസ്റ്റ് പുൾ ബാക്ക് പ്ലസ് ബ്രേക്ക് ഔട്ട് ബൂം. മാത്രമല്ല ഇതെന്താണ്, ഇത് റീടെസ്റ്റ് കൂടിയാണ് കേട്ടോ. ഇതൊരു റീടെസ്റ്റ് കൂടിയാണ്. ഇത് ഫസ്റ്റ് പുൾ ബാക്ക്, ഓഫ് കോഴ്സ് ട്രെൻഡ് ചേഞ്ച് ഫസ്റ്റ് പുൾ ബാക്ക്. LT ഫുഡ് നമ്മൾ നേരത്തെ റെസിസ്റ്റൻസിൻ്റെ കഥ പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ഇത് ട്രെൻഡ് ചേഞ്ച് ആണ്. ഇതെന്താണ് ഫസ്റ്റ് പുൾ ബാക്ക്. L&T ട്രെൻഡ് ചേഞ്ച് ഫസ്റ്റ് പുൾ ബാക്ക് പ്ലസ് ബ്രേക്ക് ഔട്ട്. TVS മോട്ടോർ നമ്മൾ ചാനലിൽ കൊടുത്തതാണിത്, എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ട്രെൻഡ് ചേഞ്ച് ബ്രേക്ക് ഔട്ട്. സൂപ്പർജിത്ത് എഞ്ചിനീയറിംഗ് ട്രെൻഡ് ചേഞ്ച് ആയി ഫസ്റ്റ് പുൾ ബാക്ക് സെക്കൻഡ് തേർഡ്. പക്ഷേ ഇവിടെ പുൾ ബാക്കിനേക്കാൾ കൂടുതൽ
നമ്മൾ എടുക്കാനുള്ള അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാനുള്ള റീസൺ ഇത് കണ്ടോ, ബിൽഡപ്പ് എക്സാക്ട് റെസിസ്റ്റൻസിൽ ബിൽഡപ്പ് പ്ലസ് എവിടെയാണ് മൂവിങ് ആവറേജിൻ്റെ ഉള്ളിൽ സപ്പോർട്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, അത് കൺസിഡർ ചെയ്യും. ഈ ഒരു സ്റ്റോക്കിൽ ട്രെൻഡ് ചേഞ്ച് ആയത് ഈ ഭാഗത്ത് ഈ ലെവലിൽ നമുക്ക് ഒരിക്കലും ബൈ ചെയ്യാൻ പറ്റില്ല, ട്രെൻഡ് ക്ലിയർ ആയിട്ടില്ല. ട്രെൻഡ് ക്ലിയർ ആയതിനു ശേഷമുള്ള ഫസ്റ്റ് പുൾ ബാക്ക് ഇതാണ്. ഈ ഒരു സ്റ്റോക്ക് PTC ഇന്ത്യ നമുക്കറിയാം, ട്രെൻഡ് ഇവിടെ ചേഞ്ച് ആയി, പക്ഷെ നമുക്ക് നല്ല പുൾ ബാക്ക് കിട്ടിയില്ല, വീണ്ടും താഴോട്ട് വന്നു, വീണ്ടും ട്രെൻഡ് ഇവിടെ ചേഞ്ച് ആയി, മുകളിൽ പോയി, കൺസോൾട്ടേഷൻ, ഷാലോ പുൾ ബാക്ക്, ബ്രേക്ക്ഔട്ട്, റാലി. ഓറിയൻ റീഫ്രാക്ടറീസ് നല്ലൊരു എൻട്രി ആണ്. എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഇപ്പോൾ വീണപ്പം താഴോട്ട് വന്നു തോന്നുന്നു. അതൊരു പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, ട്രെൻഡ് ചേഞ്ച് ആയി, പുൾ ബാക്ക്, ഇവിടെ ഒരു ബിൽഡപ്പ് നടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും റെസിസ്റ്റൻസിൽ അല്ലേ, ഇല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ബിൽഡപ്പ് നടന്നു, ബ്രേക്ക്ഔട്ട്. ജീനസ് പവർ ഫസ്റ്റ് പുൾ ബാക്ക്, സെക്കൻഡ് പുൾ ബാക്ക്, ബ്രേക്ക്ഔട്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ചാർട്ട് നോക്കാൻ പോയി ഒത്തിരി ഉണ്ട്, ഒത്തിരി ചാർട്ടുകൾ നോക്കേണ്ടി വരും. എത്ര ചാർട്ട് വേണമെങ്കിലും കാണിച്ചു തരാം. ഫസ്റ്റ് പുൾ ബാക്ക്, മൂവിങ് ആവറേജിലിട്ടുള്ള ഫസ്റ്റ് പുൾ ബാക്ക്. ഫസ്റ്റ് പുൾ ബാക്ക് ഈസ് ദ ബെസ്റ്റ് പുൾ ബാക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രെൻഡ് ചേഞ്ച് ആയി, ഫസ്റ്റ് പുൾ ബാക്ക്, സെക്കൻഡ് പുൾ ബാക്ക്. ഇവിടുന്ന് കിട്ടുന്ന ബ്രേക്ക്ഔട്ട് നമ്മൾ അത്ര കൺസിഡർ ചെയ്യില്ല, കാരണം ഓൾറെഡി തേർഡ് പുൾ ബാക്ക് എത്തി. അപ്പോൾ ട്രെൻഡ് ചേഞ്ച് ആയി, ഫസ്റ്റ് പുൾ ബാക്ക്, സെക്കൻഡ് പുൾ ബാക്ക്. പ്രകാശ് ഇൻഡസ്ട്രീസ് 81. ഞാനിത് അന്ന് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് റെസിസ്റ്റൻസ് ആണ് അല്ലേ, റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ആണ്. പറയാനുള്ള കാരണം എന്താണ്, റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് നടന്നു, തിരിച്ച് ബാൻഡിലോട്ട് വന്നു, റീടെസ്റ്റ് ആയിരുന്നു, 70 ബൈ പറഞ്ഞു, 90 വരെ പോയി. സിമ്പിൾ കൺസെപ്റ്റുകളാണെല്ലാം. അഡാനി ഗ്രീൻ, ട്രെൻഡ് ചേഞ്ച്, ഫസ്റ്റ് പുൾ ബാക്ക്, സെക്കൻഡ് പുൾ ബാക്ക്. പനാമ പെട്രോകെമിക്കൽ, ട്രെൻഡ് ചേഞ്ച്, ഫസ്റ്റ് പുൾ ബാക്ക് ബ്രേക്ക്ഔട്ട്, സെക്കൻഡ് പുൾ ബാക്ക് ബ്രേക്ക്ഔട്ട്. നിങ്ങൾ ചാർട്ടുകൾ 1 ബൈ 1 ആയിട്ട് എടുത്ത് നോക്കുക. ഞാൻ ചാർട്ട് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തീരൂല. ഇത് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരു കോളാണ്. ഇത് ഫസ്റ്റ് പുൾ ബാക്ക് ആയിരുന്നു, ടാറ്റ എലക്സി. സെക്കൻഡ് പുൾ ബാക്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ മൂവ് ചെയ്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ചാർട്ടുകളിലോട്ട് കൂടുതൽ പോകുന്നില്ല. സോ അപ്പം പറഞ്ഞു വന്നത്, ഫസ്റ്റ് പുൾ ബാക്ക് ഈസ് ദ ബെസ്റ്റ് പുൾ ബാക്ക്. അപ്പോൾ എപ്പോഴും എന്താണ്, ഫസ്റ്റ് പുൾ ബാക്ക് ട്രെൻഡിന് ശേഷമുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് പുൾ ബാക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചാർട്ടുകളെല്ലാം നോക്കുക, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയുക. എന്തുകൊണ്ടാണ് ഫസ്റ്റ് പുൾ ബാക്ക് ഇത്ര സ്ട്രോങ് ആകാനുള്ള കാരണം? സോ ഹിയർ ദ ബയേഴ്സ് വി ആർ ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദ മാർക്കറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ആൻഡ് കണ്ടിന്യൂസ്ലി പുഷ് ദ പ്രൈസ് ഹയർ. ട്രെൻഡിൻ്റെ ചേഞ്ച് അവിടെ നിന്നാണ് വരുന്നത് അല്ലേ. ഒരു സ്റ്റോക്ക് താഴെ പോയി ഫസ്റ്റ് പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇവിടാണ് അല്ലേ. അതായത് ട്രെൻഡ് ചേഞ്ച് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് പുൾ ബാക്ക് ആണ് അല്ലേ. സോ ഇവിടെയാണ് ബയേഴ്സ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബയേഴ്സ് എൻ്റർ ആകുന്ന ഒരു പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഫസ്റ്റ് പുൾ ബാക്കിൽ ഇത്രയും നല്ല റിസൾട്ട് കിട്ടുന്നത്, ഇത്രയും റാലി നടത്തുന്നത്. സെക്കൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അത്ര റാലി നടത്തണമെന്നില്ല. കാരണം എന്താണ്, ഒരു സ്റ്റോക്ക് ട്രെൻഡ് ചേഞ്ച് ആയി മുകളിൽ പോയി ഇവിടെ വന്ന് ഇത്ര എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി എല്ലാവരും നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? സോ അതിനുശേഷം വരുന്ന പുൾ ബാക്ക് ഒന്നും അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ ഫസ്റ്റ് പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടീംസ് എൻ്റർ ആകുന്ന, ഇല്ലെങ്കിൽ ബയേഴ്സ് അതിനെ കൺട്രോൾ ചെയ്യുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഫസ്റ്റ് പുൾ ബാക്കിൽ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ ട്രെൻഡിൻ്റെ ഡയറക്ഷനൊപ്പമാണ് നമ്മൾ കയറുന്നത്. വി ആർ ജോയിനിങ് വിത്ത് ന്യൂ ട്രെൻഡ് ഡയറക്ഷൻ. സോ എന്താണ്, ഫസ്റ്റ് പുൾ ബാക്ക് ഈസ് ദ ബെസ്റ്റ് പുൾ ബാക്ക്. പിന്നെ ആസ് പെർ വേവ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ എന്നാലും അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വേവിൽ ഹയസ്റ്റ് വേവ് എന്ന് പറയുന്നത് ഈ തേർഡ് ആയിരിക്കും. ഫസ്റ്റ് വേവ് ഇത്, പിന്നെ ഒരു കറക്ഷൻ വേവ്, അതാണ് നമ്മൾ പുൾ ബാക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഈ തേർഡാണ്
ഏറ്റവും ലാർജസ്റ്റ് വേവ് എന്ന് പറയുന്നത് തേർഡാണ്. അതുകൊണ്ടാണ് നമ്മൾ പല സ്റ്റോക്കുകളിലും ട്രെൻഡ് ചേഞ്ച് ആയതിനു ശേഷം ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അത് വീണ്ടും ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് സ്ലോ ആയി, പിന്നെ അത് സ്ലോ ആയി ട്രെൻഡ് ചേഞ്ച് ആവും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫസ്റ്റ് പുൾ ബാക്കിൽ കയറണമെന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പുൾ ബാക്ക് ഈസ് ദ ബെസ്റ്റ് പുൾ ബാക്ക്. The first pullback is the best pullback in a new trend direction since it is a difficult to pick tops and bottom. അതായത് ഇപ്പം നമുക്ക് ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബോട്ടത്തിലിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുമോ? അതിൻ്റെ ബോട്ടം എവിടെയാണെന്ന് നമുക്കറിയോ? ഇല്ല, ഒരിക്കലും ഇല്ല. സോ നമുക്കൊരു സ്റ്റോക്ക് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. അത് വരുന്നോടം വരെ വന്ന് ട്രെൻഡ് ചേഞ്ചായി മുകളിൽ പോയി ഫസ്റ്റ് പുൾ ബാക്കിൽ കയറുക. അവിടെയാണ് നമ്മളുടെ പെർഫെക്റ്റ് എൻട്രി. നമുക്ക് ഈ ഓരോ ലെവലിലും ബോട്ടം പിടിക്കാൻ നിന്നാൽ നമുക്ക് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഫസ്റ്റ് പുൾ ബാക്ക് നമുക്ക് എപ്പോഴും കിട്ടില്ല, ഒരിക്കലേ കിട്ടൂ. സോ ഫസ്റ്റ് പുൾ ബാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഫസ്റ്റ് പുൾ ബാക്കിൽ എൻട്രി എടുക്കുക. ഇതാണ് നമ്മളുടെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി, ഫസ്റ്റ് പുൾ ബാക്കിൽ എൻട്രി എടുക്കുക എന്നുള്ളത്. ഫസ്റ്റ് പുൾ ബാക്കിൽ എൻട്രി എടുക്കാനുള്ള സ്ക്രീനർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പുൾ ബാക്കിൽ എൻട്രി എടുക്കാനുള്ള സ്ക്രീനറുള്ള പുൾ ബാക്കിൽ എൻട്രി എടുക്കാനുള്ള സ്ക്രീനർ എങ്ങനെയാണെന്ന് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.